എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻവേഴ്സിനെ കുറിച്ച് പറഞ്ഞു നിർത്തി. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രോബ്ലംസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ പ്രോബ്ലംസ് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മെട്രിക്സ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ പഠിച്ച ഒരു തിയറമുണ്ട്. ആ തിയറത്തിൻ്റെ പ്രൂഫൊക്കെ നമ്മൾ മെട്രിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വെരിഫൈ ചെയ്യാനുള്ള പ്രോബ്ലമാണ് ആദ്യം ചെയ്തത്. അപ്പം നോട്ടായിട്ട് ആദ്യം കുറിക്കുക. എ ബി ദ ഹോൾ ഇൻവേഴ്സ് സമം ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇതിൻ്റെ പ്രൂഫ് സഹിതം ഞാൻ മെട്രിക്സിന്റെ ചാപ്റ്റർ പഠിക്കും. എയും ബി ഇൻവെർട്ടിബിൾ മെട്രിക്സസ് ആണെങ്കിൽ എ ബി ദ ഹോൾ ഇൻവേഴ്സ് സമം ബി ഇൻവേഴ്സ് ബി ഇൻവേഴ്സ്. നിങ്ങളിപ്പോൾ നോട്ടായിട്ട് കുറിക്കുക. ഇഫ് എ ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി ആർ ഇൻവെർട്ടിബിൾ മെട്രിക്സസ് comma then a b the whole inverse സമം b inverse a inverse. Okay. Problem which one? Problem. If a capital A is equal to matrix matrix 2 3 1 minus 1 2 3 1 minus 1 comma capital B is equal to matrix 1 minus 2 1 minus 2 1 minus 2 minus 1 3 1 minus 2 minus 1 3 comma then verify that AB the whole inverse സമം B inverse A inverse. അപ്പോൾ AB the whole inverse സമം B inverse A inverse. ഓക്കെ. അപ്പോൾ അത് ലെഫ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ AB the whole inverse ആണ്. അപ്പോൾ AB the whole inverse എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് AB കണ്ടുപിടിക്കാം. അപ്പോൾ AB 2 3 1 minus 4 into matrix 1 minus 2 minus 1 3. മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചാണ്. ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഇതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ പഠിപ്പിച്ചാണ്. ഫസ്റ്റ് വൺ ഫസ്റ്റ് അപ്പോൾ 2 minus 3 2 minus 3 മൈനസ് 1 ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യും. ഇത് പ്രീ മെട്രിക്സ് പോസ്റ്റ് മെട്രിക്സ്. ഈ ഫസ്റ്റ് കൊണ്ട് ഇതിന്റെ ഫസ്റ്റ് കോളം അപ്പോൾ ഫസ്റ്റ് ഗുണിക്കുക, സെക്കൻഡ് ഗുണിക്കുക, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 2 minus 3 minus 1. അടുത്ത വീണ്ടും ഫസ്റ്റ് കൊണ്ട് സെക്കൻഡ് കോളം -4 plus 9 -4 2 into -2 -1 -4 plus 9 5. ഇനി സെക്കൻഡ് റോ കൊണ്ട് 1 plus 4 -4 -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 വരും. അപ്പോൾ 1 plus 4 5. വീണ്ടും സെക്കൻഡ് -2 -2 എന്ന് സെയിം സൈൻ ആണ്. -40 ഇതാണ്. ഇനി ഡിറ്റർമിനന്റ് AB കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് AB എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒരേ ഓർഡറിലാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് AB എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് A ഇൻടു ഡിറ്റർമിനന്റ് B ആയിരിക്കും. പക്ഷേ നമുക്ക് അല്ലാതെ കണ്ടുപിടിക്കാം. അപ്പോൾ ഡിറ്റർമിനന്റ് -1 5 minus 40 വളരെ സിമ്പിൾ. 14 minus 25 minus 11 നോട്ട് ഈക്വൽ 0. അപ്പോൾ AB എന്ന് പറയുന്നത് നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. AB എന്ന് പറയുമ്പോൾ AB ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ A യും B യും പ്രോഡക്റ്റ് മെട്രിക്സ് ആണ് അല്ലേ. അപ്പോൾ AB നോൺ സിംഗുലർ ആയി. AB നോൺ സിംഗുലർ എങ്ങനെ മനസ്സിലായി? അത് നോട്ട് ഈക്വൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ 0 അതുകൊണ്ട് AB ഈസ് നോൺ സിംഗുലർ. നോൺ സിംഗുലർ ആണെങ്കിൽ എന്തുണ്ട്? ഇൻവേഴ്സ് 60. അപ്പോൾ നമുക്ക് AB യുടെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇൻവേഴ്സ് ഓഫ് AB the whole inverse സമം adj of AB divided by determinant AB. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ അഡ്ജ് ഡിവൈഡഡ് ബൈ അതിന്റെ ഡിറ്റർമിനന്റ്. അപ്പോൾ ഇനി നമുക്ക് ഡിറ്റർമിനന്റ് AB നമ്മുടെ കൈവശമുണ്ട്. പക്ഷേ എന്ത് നമ്മുടെ കൈവശമില്ല? അഡ്ജ് ഓഫ് AB ഇല്ല. അപ്പോൾ അഡ്ജ് AB ഉണ്ട്. അഡ്ജ് AB കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാര്യം ഇത് ഓർഡർ 2 ആണ്. AB യുടെ ഓർഡർ 2 ആണ്. അപ്പോൾ നമ്മൾ ഇത് ഇന്റർചേഞ്ച് ചെയ്യും. ഇതിന്റെ സൈൻ ഇത് ഇന്റർചേഞ്ച് ചെയ്യും. ഇതിന്റെ സൈൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കും നോക്കണേ. ഇത് ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ -14 ഇതിന്റെ സൈൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ -5 ഇത് ഇന്റർചേഞ്ച് ചെയ്യും. ഇത് ഇന്റർചേഞ്ച് ചെയ്ത് സൈൻ ചേഞ്ച്. ഇത് ഇന്റർചേഞ്ച് -14 ഓർഡർ ബൈ -1 വരും. നാളെ ചെയ്യും. എത്ര എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിതൊക്കെ മായ്ക്കാൻ പോവാണ്.
പിന്നെ ബാലൻസ് ഇവിടെ ബാലൻസ് ഡിറ്റർമിനന്റ് എ ബി എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എ ബി മൈനസ് 11 ആണ്. അപ്പോൾ നമുക്ക് എ ബി കണ്ടുപിടിക്കാം. എ ബി ദ ഹോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. എ ബി ദ ഹോൾ ഇൻവേഴ്സ് സമം ഇതിനെ നമുക്ക് 1 by ഡിറ്റർമിനന്റ് എ ബി ഇൻറ്റു അഡ്ജ് ഓഫ് എ ബി. അപ്പോൾ 1 by മൈനസ് 11 ഇൻറ്റു വെർട്ടെക്സ് അഡ്ജ് ഓഫ് എ ബി ഇതാവും മൈനസ് 14 മൈനസ് 15 സോറി മൈനസ് 5 മൈനസ് 5 മൈനസ് 1 ശരി. 1 by ഡിറ്റർമിനന്റ് എ ബി അല്ലെങ്കിൽ 1 by ഡിറ്റർമിനന്റ് ഇവിടെ നമുക്ക് എ ബി ആണ്. അപ്പോൾ 1 by ഡിറ്റർമിനന്റ് എ ബി ഇൻറ്റു അഡ്ജ് ഓഫ് എ. ഇനി ഇതെന്ന് പറയുന്നത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. 1 by മൈനസ് 11 എന്ന് പറയുമ്പോൾ മൈനസ് 1 by 11 ആണ്. അതുകൊണ്ട് ഇത് മൾട്ടിപ്ലൈ ആയിരിക്കും. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഇതുകൊണ്ട് എല്ലാ എലമെന്റുകളും മൾട്ടിപ്ലൈ ആകും. അപ്പോൾ 1 by മൈനസ് 11 കൊണ്ട് മൾട്ടിപ്ലൈ ആകുമ്പോൾ 14 by 11 5 by 11 5 by 11 1 by 11 ഇത്രയേ ഉള്ളൂ. പാർട്ട് നമ്പർ 1 ഇതാണ് എ ബി നമ്മൾ. ഇത് സൈഡിൽ നിന്ന് നമുക്ക് മാർക്ക് ചെയ്ത് തരാം. ഉത്തരം എത്രയേ ഉള്ളൂ? ഉത്തരം 14 by 11 5 by 11 5 by 11 1 by 11 ഇതാണ് ഉത്തരം. ഇതാണ് ലെഫ്റ്റ് ഉത്തരം. അപ്പോൾ പാർട്ട് നമ്പർ 1. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റൈറ്റ് കണ്ടുപിടിക്കും. റൈറ്റിൽ എ ഇൻവേഴ്സും വേണം ബി ഇൻവേഴ്സും വേണം. അപ്പോൾ ഞാൻ ആദ്യം എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിറ്റർമിനന്റ് എ സമം ഡിറ്റർമിനന്റ് 2 3 1 മൈനസ് 1 ഉത്തരം മൈനസ് 8 മൈനസ് 2 മൈനസ് 11 നോട്ട് ഈക്വൽ 7. ഓക്കെ. അപ്പോൾ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ 7 നോട്ട് സിമ്പിൾ ആയി. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് നടത്താം. അപ്പോൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് വിളിക്കണം? അഡ്ജ്. അപ്പോൾ അഡ്ജ് സമം ഓർഡർ 2 ആണ്. വളരെ സിമ്പിൾ. ഇത് ഇന്റർചേഞ്ച് ചെയ്യുന്നു സൈൻ. ഇത് സൈൻ ചേഞ്ച് ചെയ്യും. സോറി ഇത് ഇന്റർചേഞ്ച് ചെയ്യുന്നു ഇത് സൈൻ ചേഞ്ച് ചെയ്യും. ഒന്ന് നമ്മൾ തിരിഞ്ഞു വരുന്നത് ഇത് ഇന്റർചേഞ്ച് ചെയ്യും. ഇന്റർചേഞ്ചിങ് ചേഞ്ച് സൈൻ ചേഞ്ചസ് സൈൻ. ഇത് ചേഞ്ചസ് സൈൻ ഇത് ഇന്റർചേഞ്ച്. ഇത് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കും മൈനസ് 4 പിന്നെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് 3 മൈനസ് 1 2 ഇതാണ് അഡ്ജ്. അപ്പോൾ നമുക്ക് പറയാം എ ഇൻവേഴ്സ് സമം 1 by ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജ്. ശരിയല്ലേ? നമുക്ക് 1 by ഡിറ്റർമിനന്റ് മൈനസ് 11 ശരിയല്ലേ ഇൻറ്റു അഡ്ജ്. അഡ്ജ് മൈനസ് 4 മൈനസ് 3 മൈനസ് 1 2. ഒന്നുകൂടെ നമുക്ക് എഴുതാം. എത്ര എഴുതി കഴിഞ്ഞു വിശ്വസിക്കുന്നു? നമുക്കൊന്നുകൂടെ എഴുതാം. ഇതിന്റെ ബാലൻസ് ഞാനിവിടെ കുറിക്കുകയാണ്. അതിന് അവിടെ നമുക്ക് ബി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഞാൻ കുറിക്കുമ്പോൾ എന്ത് വരും? ഇത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലൈ ആകുമ്പോൾ എ ഇൻവേഴ്സ് സമം മൈനസ് 1 by മൈനസ് 11 എന്ന് പറഞ്ഞാൽ മൈനസ് 1 by 11. അതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ആകുമ്പോൾ 4 by 11 വേണ്ട 3 by 11 അടുത്ത 1 by 11 അടുത്ത മൈനസ് 2 by 11 ഇതാണ് എ ഇൻവേഴ്സ്. റൈറ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് ബി ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ബി ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അത് ഡിറ്റർമിനന്റ് ബി കണ്ടുപിടിക്കാം. ഇപ്പോൾ ഡിറ്റർമിനന്റ് ബി എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് 1 മൈനസ് 2 മൈനസ് 1 3 ശരിയല്ലേ? 3 മൈനസ് 1 മൈനസ് 2 2 1 നോട്ട് ഈക്വൽ 0 നോട്ട് ഈക്വൽ 0. അപ്പോൾ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ 0 ആയിട്ട് ബി ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ ബി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അടുത്ത അഡ്ജ് ബി കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ അഡ്ജ് ബി സമം ഓർഡർ 2 ആയിട്ട് വളരെ എളുപ്പം. ഇന്റർചേഞ്ച് സൈൻ ചേഞ്ച്. അപ്പോൾ 3 മൈനസ് 2 സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ 2 മൈനസ് 1 സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ 1 അടുത്ത 1 താഴെ. ഇതാണ് അഡ്ജ് ബി. ഇനി ബി ഇൻവേഴ്സ് സമം 1 by ഡിറ്റർമിനന്റ് ബി ഇൻറ്റു അഡ്ജ് ബി. വീണ്ടും 1 by ഡിറ്റർമിനന്റ് ബി എന്നുള്ള 1 തന്നെയാണ്. അഡ്ജ് ബി എന്ന് പറയുമ്പോൾ 3 2 1 1 1 by 1 means 1 1 1 ആണ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും ആൻസർ 3 2 1. ഇതാണ് ബി ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് ആയി ബി ഇൻവേഴ്സ് ആയി. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മൾ ഇനി റൈറ്റ് പറയുന്നത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കിയിരിക്കണം. ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ബി ഇൻവേഴ്സ് നമുക്കറിയാം 3 2 1 ആണ്. എ ഇൻവേഴ്സ് നമുക്കറിയാം 4 by 11 3 by 11 1 by 11 മൈനസ് 2 by 11. ശ്രദ്ധിച്ചോളെ. ഇത് നമുക്ക് ഒറ്റ സ്റ്റെപ്പ് ചെയ്യേണ്ട. അല്ലാതെ ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് ഒറ്റ സ്റ്റെപ്പ് ചെയ്യുന്നില്ല. അല്ലാതെ നമുക്ക് ചെയ്യാം.
So matrix ആദ്യം ഇതിന്റെ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം 3 കൊണ്ട് മൾട്ടിപ്ലൈ 3 into 4 by 11 a into b by c എന്ന് പറയുമ്പോൾ ab by c നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 by 11 ഫസ്റ്റ് സെക്കൻഡ് പ്ലസ് 2 by 11 ഇനി അടുത്ത വീണ്ടും ഫസ്റ്റ് കൊണ്ട് സെക്കൻഡ് കോളം അപ്പോൾ 9 by 11 minus 4 by 11 അടുത്ത വീണ്ടും സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം 1 കൊണ്ട് മൾട്ടിപ്ലൈ 4 by 11 plus 1 by 11 അടുത്ത വീണ്ടും സെക്കൻഡ് 3 by 11 minus 2 by 11 ഇനി സിംപ്ലിഫൈ ചെയ്യാം ഡിനോമിനേറ്റർ സേവ് ആയത് 14 by 11 ഇത് ഡിനോമിനേറ്റർ സേവ് ആയത് 9 by 11 ന്ന് 4 by 11 കുറയ്ക്കുമ്പോൾ 9 ന്ന് 4 പോകുമ്പോൾ 5 by 11 അടുത്ത ഡിനോമിനേറ്റർ സേവ് ആണ് ആഡ് ചെയ്യുമ്പോൾ 5 by 11 അടുത്ത ഇത് നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സേവ് ആണ് 3 minus 2 1 by 11 ഇതാണ് കോളം നമ്പർ 2 ഇതാണ് കോളം നമ്പർ 1 രണ്ട് സെയിം ആയി ഹെൻസ് AB the whole inverse സമം D inverse A inverse ഇതിന്റെ പ്രോബ്ലം നമുക്ക് ഇനി പ്രതീക്ഷിക്കാം എക്സാമിന് പബ്ലിക് എക്സാമിനേഷന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രോബ്ലമാണ് ഇങ്ങനെ വെരിഫൈ ചെയ്യാൻ മനസ്സിലായല്ലോ പിന്നെ ഈ പ്രോബ്ലത്തിന് പ്രത്യേകത എന്തൊക്കെ കണ്ടന്റ് വന്നു എന്ന് വെച്ചാൽ നമ്മൾ നോൺ സിംഗുലർ എന്നുള്ള കൺസെപ്റ്റ് വന്നു നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മെട്രിക്സിനെ നോൺ സിംഗുലർ എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് നോൺ സിംഗുലർ എന്ന് പറയുമ്പോൾ അതിനെ ഡിറ്റർമിനന്റ് നോട്ടേബിൾ സീറോ ആണെന്ന് മനസ്സിലായി നോൺ സിംഗുലർ ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി ഇപ്പോൾ ഇൻവേഴ്സ് ആണ് വിളിക്കുന്നത് അടിച്ച ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ആണ് എയുടെ ഇൻവേഴ്സ് ഇനി നമുക്ക് ഓർഡർ 2 ആണെങ്കിൽ അടിച്ച കണ്ടുപിടിക്കുന്നത് മനസ്സിലായി ഇന്റർചേഞ്ച് സൈൻ ചേഞ്ച് പിന്നീട് നമ്മൾ ഒരു തിയറമാണ് ആ തിയറം റിസൾട്ട് നമ്മൾ മനസ്സിലാക്കി AB the whole inverse of B inverse A inverse ഇതേ സ്റ്റൈൽ പ്രോബ്ലം എക്സസൈസ് കണക്കുണ്ട് ഇതുപോലെ ഒരു പ്രോബ്ലം കൂടെ എക്സസൈസ് കണക്കുണ്ട് അത് ചെയ്ത് മനസ്സിലായിക്കൊള്ളണം ഇത് നല്ലപോലെ ചെയ്ത് പഠിച്ചതിന് ശേഷം എടുക്കാം ഇനി നമ്മൾ ഇപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യ എലിമെന്റ് മെട്രിക്സ് എലിമെന്ററി ഓപ്പറേഷൻ വെച്ച് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചു ഇപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പുതിയൊരു മെത്തേഡ് പഠിച്ചു എന്താണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് അടിച്ചേരി ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ഇനി നമ്മൾ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലമാണ് നെക്സ്റ്റ് അതിൻ്റെ എക്സസൈസ് പ്രോബ്ലം ഉണ്ട് ഒരെണ്ണം നെക്സ്റ്റ് വർക്കൗട്ട് ആണ് ആ പ്രോബ്ലത്തെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലമാണ് ആ പ്രോബ്ലത്തിന് പ്രത്യേകത ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് ചോദിക്കുന്നില്ല പക്ഷേ ഇനി ചോദിച്ചുകൂടാനില്ല കാര്യം ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കണമെങ്കിൽ ഈ പ്രോബ്ലം കാണാൻ കഴിയില്ല പക്ഷേ അതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ ഈ പ്രോബ്ലം കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഈ പ്രോബ്ലം കാണാറുണ്ട് ഈ പ്രോബ്ലത്തെ നമുക്ക് അറിയാം പക്ഷേ അത് പ്രത്യേകം ചോദിക്കുന്നതായിരിക്കും അതുകൊണ്ട് അതിന് പ്രത്യേകത ഉണ്ടാവണം അതുകൊണ്ടാണ് എനിക്ക് പറയുന്നത് ആ പ്രോബ്ലത്തെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ശരി പ്രോബ്ലത്തെ കുറിച്ചുള്ളൂ Problem. Show that the matrix capital A sum. Show that the matrix capital A sum. Show that the matrix capital A sum. Matrix 2 1 1 2. If show that show that the matrix capital A sum 2 1 2 3 ആണ് 2 3 1 2 3 1 2 3 1 satisfies the equation a square minus 4i plus I means side matrix 0 matrix satisfy the equation a square minus 4i plus I is 0 where I is capital I is 2 by 2 identity matrix 2 by 2 identity matrix and O means number 0 matrix no value big 0 O is 2 by 2 0 matrix 2 by 2 0 matrix full stop 0 matrix full stop 0 matrix ഒന്നുകൂടെ പറയാം ആ capital I is 2 by 2 identity matrix 2 by 2 identity matrix and O means big 0 is 2 by 2 0 matrix big 0 നല്ല പറയുന്നത് O തന്നെയാണ് 2 by 2 0 matrix full stop using this equation ഈ equation വെച്ചുകൊണ്ട് using this equation find A inverse കണ്ടുപിടിക്കുക find A inverse ആദ്യ ചോദ്യം എന്ന് പറയുന്നത് A എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് ഈ ഇക്വേഷൻ ഇത് 0 ആണെന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഷോ ചെയ്യാം 0 എന്ന് പറയുന്നത് 0 മെട്രിക്സ് ഇതിപ്പം A യുടെ ഓർഡർ 2 by 2 ആണ് A യുടെ ഓർഡർ 2 by 2 ആകുമ്പോൾ A square 2 by 2 ആയിരിക്കും
4a 2/2 വരും. I എന്ന് പറയുന്നത് 2/2 ഉള്ള ഒരു ഐഡന്റി മെട്രിക്സ് ആയിരിക്കും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു 2/2 എന്തായിരിക്കും മെട്രിക്സ് ആയിരിക്കും. പക്ഷേ ആ മെട്രിക്സിന്റെ പ്രത്യേകത എല്ലാ എലമെന്റും 0 ആയിരിക്കും. എല്ലാ എലമെന്റും 0 ആയിരിക്കും, 0 എഴുതുക. ഇതാണ് കൺസെപ്റ്റ്. ആദ്യം ഫസ്റ്റ് പാർട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് ഒന്ന് ചെയ്യാം. നമുക്ക് ആദ്യം a സ്ക്വയർ എന്ന് ചെയ്യാം. a സ്ക്വയർ എന്ന് പറയുമ്പോൾ a യും b. a ക്ക് വരെ 2 3 1 2. വീണ്ടും a ക്ക് വരെ 2 3 1 2. ഇത് ഒറ്റ സ്റ്റെപ്പ് ചെയ്യാം. ഫ്രാക്ഷൻ ഒന്നും ഒറ്റ സ്റ്റെപ്പ് തന്നെ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് റോ ആണ് ഫസ്റ്റ് കോളം 4 + 3 7. വീണ്ടും ഫസ്റ്റ് റോ സെക്കൻഡ് 6 + 6 12. വീണ്ടും സെക്കൻഡ് റോ ആണ് ഫസ്റ്റ് കോളം 2 1 2 2 2 + 2 4. വീണ്ടും സെക്കൻഡ് റോ സെക്കൻഡ് 3 + 4 7. 3 + 4 7. അപ്പോൾ a സ്ക്വയർ. ഇനി 4a എന്ന് പറയുമ്പോൾ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 4 * മെട്രിക്സ് 2 3 1 2. അപ്പോൾ നമുക്കറിയാം ഇത് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ സ്കെയിലർ കൊണ്ട് ഇതിനോട് എല്ലാത്തിനെയും ഗുണിക്കണം. അപ്പോൾ നമുക്കറിയാം 4 കൊണ്ട് മൾട്ടിപ്ലൈ 8 12 കണ്ട 4 8. ഇനി i എന്ന സാധനം. i എന്ന് പറയുന്നത് ഐഡന്റി മെട്രിക്സ് ആണ്. a യുടെ ഓർഡർ എന്താണോ ആ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഓർഡർ അനുസരിച്ചാണ് i സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ ആദ്യം i എഴുതാം. i സമം ഇത് ഓർഡർ 2 ആയപ്പോൾ 1 0 0 ആണ്. ഇതാണ് അപ്പോൾ എല്ലാം ഇനി നമുക്ക് നോക്കാം. a സ്ക്വയർ മൈനസ് 4a പ്ലസ് i സമം a സ്ക്വയറിന് പകരം നമുക്ക് എഴുതാം 7 12 4 7 മൈനസ് 4a ക്ക് വരെ എഴുതാം 8 12 4 8 പ്ലസ് i ക്ക് വരെ നമുക്ക് എഴുതാം 1 0 0 1. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ് ഇതിന് കറസ്പോണ്ടിങ് ഇത് അതിന് കറസ്പോണ്ടിങ് ഇതാണ്. പ്ലസ് 7 ചിഹ്നം വരും 7 - 8 7 - 8 -1 -1 + 1 0. ഇനി 12 - 12 0. 12 ന്ന് 12 വരെയും 0 0 + 0 0. അത് 4 - 1 0 0 + 0 0. 7 - 8 -1 -1 ന്റെ 1 ആയിരിക്കും 0. എല്ലാ എലമെന്റും 0 ആയി ഉത്തരം 0. ഓ നമുക്ക് ആദ്യത്തെ സെക്ഷൻ നമ്മൾ ഷോ ചെയ്യും. ഇനി ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കും. അപ്പോൾ ചെയ്യേണ്ട രീതി മനസ്സിലായാൽ ഇവിടെ എൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് a സ്ക്വയർ ഞാൻ കണ്ടുപിടിക്കും. അപ്പോൾ a × d ഞാൻ കണ്ടുപിടിക്കും. ഫസ്റ്റ് മെട്രിക്സ് മീൻസ് പ്രീ മെട്രിക്സിന് ഫസ്റ്റ് റോ ഉണ്ട്, പോസ്റ്റ് മെട്രിക്സിന് ഫസ്റ്റ് കോളം, വീണ്ടും ഫസ്റ്റ് കൊണ്ട് സെക്കൻഡ് കോളം, വീണ്ടും സെക്കൻഡ് റോ ഉണ്ട് ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഉണ്ട് സെക്കൻഡ് കോളം. ഇനി 4a എന്ന് പറയുമ്പോൾ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ 4 കൊണ്ട് a യിലുള്ള എല്ലാ എലമെന്റുകളും മൾട്ടിപ്ലൈ. പിന്നെ i എന്ന് പറയുന്ന സാധനം i എന്ന് പറയുമ്പോൾ a യുടെ ഓർഡർ എന്താണോ അതിനനുസരിച്ചായിരിക്കും i വരുന്നത്. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അവസാനം 0 0 0 0 എന്നപ്പോൾ അത് 0 മെട്രിക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഷോ. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചു. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എലിമെന്ററി കോമ്പിനേഷൻ, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അഡ്ജിയ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ്. ഇത് രണ്ടും ചെയ്താൽ ഒരു ഉത്തരം തന്നെ കിട്ടും. പക്ഷെ ആ രണ്ട് മെത്തേഡ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. a square minus 4a plus i equal to 0. ഞാൻ ചെയ്യുമ്പോൾ a square വരെ a × d. ഇത് രണ്ടും ഞാൻ റൈറ്റ് പോകും. ഇത് രണ്ട് റൈറ്റ് പോയപ്പോൾ 4a മൈനസ് i. ഇനി ഞാൻ ഒരു a ഇൻവേഴ്സ് കൊണ്ട് ഞാൻ പോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഒരു a ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സ്റ്റേജ് ഞാൻ മൊത്തത്തിൽ ഞാൻ a ഇൻവേഴ്സ് കൊണ്ട് ഞാൻ പോസ്റ്റ് മൾട്ടിപ്ലൈ a ഇൻവേഴ്സ് അങ്ങനെ മൾട്ടിപ്ലൈ എങ്ങനെ നോക്കാം. a ഇൻവേഴ്സ് കണ്ടാ പോസ്റ്റ് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ കണ്ടിപ്പോൾ 4a × a ഇൻവേഴ്സ് മൈനസ് i × a ഇൻവേഴ്സ്. ഇവിടെ നമ്മൾ മെട്രിക്സ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. a ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ a ഇൻവേഴ്സ് a എന്ന് പറഞ്ഞാൽ i ആണ്. a ന് അതിന് ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ആയാലും a ഇൻവേഴ്സിന്റെ അതിന് ഇൻവേഴ്സ് നമ്മൾ മിസ് ചെയ്യാറില്ല. അതുകൊണ്ട് മൾട്ടിപ്ലൈ ആയാലും ഉത്തരം i ആയിരിക്കും മിസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ആൻസർ i. a × i സമം 4 × a ഇൻവേഴ്സ് i. ഇനി i a ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ
A ഇൻവേഴ്സ് I എന്ന് പറഞ്ഞാൽ അത് A ഇൻവേഴ്സ് I. കാരണം A ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സിനെ ഐഡന്റി മെട്രിക്സിന് മൾട്ടിപ്ലൈ ആയാലും ഐഡന്റി മെട്രിക്സിനെ ഇൻവേഴ്സ് മെട്രിക്സിന് മൾട്ടിപ്ലൈ ആയാലും ആ ഇൻവേഴ്സ് മെട്രിക്സിന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ഇത് I എന്ന് വരും. 4I ഇത് A ഇൻവേഴ്സ്. ഇത്ര ഓക്കെ ആയാലോ? A ഇത് A ഇൻവേഴ്സ്. A ഇൻവേഴ്സ് I. ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. AI I കൊണ്ട് മൾട്ടിപ്ലൈ ആയാൽ I നെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നെയാണ്. കാര്യം ഇവിടെ ഇൻവേഴ്സിന് പകരം A ആണെന്നേ ഉള്ളൂ. ഇതെല്ലാം സൈഡ് കുറിച്ച് പോകാം. അപ്പോൾ AI മീൻസ് A 4I മൈനസ് A ഇൻവേഴ്സ്. കുറച്ച് കൊടുത്തേ പടപട കുറച്ചു പെട്ടെന്ന് AI സമയം. ഓക്കെ ഓക്കെ അടുത്ത ശ്രദ്ധിച്ചോളൂ. അടുത്ത ഇനി പറയാൻ പോകുന്നു. ഇനി നമ്മൾ ചെയ്യാൻ ഉത്തരമായി കഴിഞ്ഞു. നോക്കൂ, ഇൻവേഴ്സ് വന്നു കഴിഞ്ഞു. ഇനി വീണ്ടും ലാസ്റ്റ് പോയിന്റ് A ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത് ഈ മൈനസ് A ഇൻവേഴ്സ് ലെഫ്റ്റ് ചെയ്യുന്നു പ്ലസ് A ഇൻവേഴ്സ് ഇതങ്ങ് റൈറ്റ് ചെയ്യും. 4I മൈനസ് കണ്ട 4I മൈനസ്. വീണ്ടും നമുക്ക് എഴുതാം. നോക്കിക്കോളൂ, വീണ്ടും നമുക്ക് എഴുതാം. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ 4I എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് വിചാരിച്ചാൽ 4 എന്നുള്ളത് എന്താണ് ഒരു നമ്പർ, I എന്നുള്ള മെട്രിക്സ് ആണ്. 4 ഇൻറ്റു ഐക്ക് വരും. എയുടെ ഓർഡർ 2 ആയിട്ട് ഐയുടെ ഓർഡർ 2 ആണ്. അപ്പം 100 100 ഇനി മൈനസ് എക്ക് പകരം 2 3 1. വീണ്ടും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 4 0 0 4 മൈനസ് 2 3 1. കറസ്പോണ്ടിങ് എലമെന്റ്സ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 4 ൽ നിന്നും 2 കുറച്ച് 2, 0 ൽ നിന്നും 3 കുറയ്ക്കുക മൈനസ് 3, 0 ൽ നിന്നും 1 കുറയ്ക്കുക മൈനസ് 1, 4 ൽ നിന്ന് 2 എടുക്കുക. ഇതാണ് ഇക്വേഷൻ വെച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഉത്തരം സൈഡിലോട്ട് കുറിച്ചിടാം. വേറെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. 2 - 3 -1 ഇതാണ് A ഇൻവേഴ്സ്. ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് അല്ലാതെ A ഇൻവേഴ്സ് എന്ന് വിളിക്കുമ്പോൾ നോക്കാം. ഈ ഉത്തരം എടുത്ത് നോക്കാം. നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. അതിന് ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ബോധ്യപ്പെടുത്താൻ പഠിച്ചിട്ടുള്ളൂ. ഇത് നമുക്ക് A ഇൻവേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അടിച്ച് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഡിറ്റർമിൻ S എന്തായാലും ഡിറ്റർമിൻ 2 3 1 2 4 - 3 4 - 3 1. അടുത്ത അക്ഷി എന്ന് പറയുമ്പോൾ അക്ഷി അടുത്ത ഇന്റർചേഞ്ച്, ഇത് സൈൻ ചേഞ്ച്. 2 -3 -1. ഇനി A ഇൻവേഴ്സ് 1 / ഡിറ്റർമിൻ A ഇൻറ്റു അക്ഷി. ശരിയല്ലേ? നമുക്ക് നോക്കാം. A ഇൻവേഴ്സ് 1 / ഡിറ്റർമിൻ എന്ന് നോക്കാം. അക്ഷി 2 -3 -1 ഇത് 1 തന്നെ. 1 1 2 -3 -1 2 -3 -1 സെയിം ആണ്. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ മാർക്ക് വരത്തില്ല. പക്ഷെ ഉത്തരം സെയിം ആയി. പക്ഷെ അവർ ഏത് മെത്തേഡാണെന്ന് പറയുന്ന മെത്തേഡ് തന്നെ ചെയ്യണം. എലിമെന്ററി ഓപ്പറേഷൻ ഉപയോഗിക്കാൻ പറഞ്ഞാൽ എലിമെന്ററി ഓപ്പറേഷൻ തന്നെ ഉപയോഗിക്കണം. ഇനി ഈ ഒരു ഇക്വേഷൻ വെച്ച് സാറ്റിസ്ഫൈ ചെയ്തിട്ട് ആ ഇക്വേഷൻ വെച്ച് ഞാൻ പറഞ്ഞാൽ ഇതിങ്ങനെ തന്നെയാണ്. ഇനി അല്ലാതെ അക്ഷയുടെ പാട് ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡ് തന്നെ ചെയ്യണം. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ഏതാണ്? ഇക്വേഷൻ എപ്പോഴും കിട്ടത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് എളുപ്പം ഏതാണ്? അക്ഷയുടെ പാട് ഡിറ്റർമിൻ എലിമെന്ററി ഓപ്പറേഷൻ വരാൻ. അടുത്ത പ്രോബ്ലം കുറിച്ചോളൂ. ഇതുപോലെ ഒത്തിരി പ്രോബ്ലംസ് ടെക്സ്റ്റ് കിടപ്പുണ്ട്, ചെയ്തോളണം. അടുത്തൊരു പ്രോബ്ലം കുറിച്ചോളൂ. For the matrix capital A sum, for the matrix capital A sum, matrix symbol 3 2. For the matrix capital A sum, 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 for the matrix capital A sum. For the matrix capital A sum, matrix matrix 3 2 second row 1, 3 2 second row 1,
3, 2. Find the numbers. Find the numbers. Small a and small b. Find the numbers small a and small b such that capital A square plus a plus bi equal to 0. 0 means value of 0 matrix. Okay. ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച രീതി അനുസരിച്ച് ആദ്യം എ സ്ക്വയർ എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ കേസ് വെച്ചുകൊണ്ട് നമുക്ക് എ സ്മാൾ എ സ്മാൾ ബി യുടെ വാല്യൂ കണ്ടുപിടിക്കാം. ആദ്യം എ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ സ്ക്വയർ മീൻസ് എ ബി. നമുക്കറിയാം 3 2 1 1 3 2 1 1 ശരിയല്ലേ? ഈ മാട്രിക്സിൽ മൾട്ടിപ്ലൈ നമുക്ക് മനസ്സിലായി. ഫസ്റ്റ് ഓർഡർ 9 + 2 11 കണ്ടോ? വീണ്ടും ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് 6 + 2 8 വീണ്ടും സെക്കൻഡ് കൊണ്ട് ഫസ്റ്റ് അപ്പോൾ 3 + 1 4 നമുക്ക് ഒത്തിരി പ്രാവശ്യം നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി സെക്കൻഡ് കൊണ്ട് സെക്കൻഡ് 2 + 1 3 അപ്പോൾ എ സ്ക്വയർ. ഇനി എ കണ്ടുപിടിക്കാം. എ എന്ന് പറഞ്ഞാൽ സ്മാൾ എ അത് പറഞ്ഞാൽ എന്താണ് ഒരു നമ്പറാണ് അല്ലേ പേഴ്സൻ്റ് ആണ്. ഇനി ക്യാപിറ്റൽ എ അപ്പോൾ എ ഇൻറ്റു ക്യാപിറ്റൽ എക്ക് വരുമ്പോൾ 3 2 1 1 അപ്പോൾ ഉത്തരം 3a കണ്ടോ 3a 2a a നമുക്ക് എ. അടുത്ത ബി ഐ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഐ തന്നിട്ടില്ല. പക്ഷെ അപ്പോൾ പെട്ടെന്ന് നമുക്കറിയാം എയുടെ ഓർഡർ എന്താണോ അതിനനുസരിച്ചായിരിക്കും ഐ വരുന്നത്. ഐ മീൻസ് ഐ ഐഡന്റിറ്റി മാട്രിക്സ്. എയുടെ ഓർഡർ 2/2 2/2 മീൻസ് ഓർഡർ 2. അപ്പോൾ ഐയുടെ ഓർഡർ നമുക്കറിയാം. ബി ഐക്ക് വരെ 1 0 0 നമുക്ക് ഒത്തിരി പ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ ഇവിടെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് ബി 0 0 അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയി അല്ലേ? ഇനി നമുക്ക് ഐക്വേഷനകത്ത് ഇത് പോസ്റ്റ് ചെയ്യാം. എന്ത് സംഭവിക്കും? നമ്മുടെ നമ്മൾ ഇക്വേഷനിൽ എടുത്തു പോസ്റ്റ് പണി എസ് എന്ന് വരാം 11 8 4 3 എക്ക് വരാം നമുക്ക് നോക്കാം 3a 2a കണ്ടോ അടുത്ത a ഇനി പ്ലസ് ബി ഐക്ക് പകരം നമ്മൾ എന്ത് എഴുതുന്നു വെച്ചാൽ ബി ഐ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബി ഐക്ക് പകരം നമുക്ക് എഴുതാം നമ്മൾ എഴുതിയ ആൻസർ എഴുതാം ബി ഐ എന്ന് പറയുമ്പോൾ b 0 0 b ഈക്വൽ ടു ഇനി 0 മാട്രിക്സ് ആണ് അല്ലേ? വലിയ സീറോ മെട്രിക്സ് ആണ്. അപ്പോൾ സീറോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവിടെ ഇവിടെ അഡീഷൻ എല്ലാം ആഡ് ചെയ്യണം. അപ്പോൾ 3 മെട്രിക്സ് ആഡ് ചെയ്യണം. ഓർഡർ 2 സെയിം ഓർഡറിലാണ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഡിഫറൻസ് വന്നില്ല. അപ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇത് 0 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 0 0 0 0 എന്തുകൊണ്ടാണ് ഞാൻ നമ്മൾ എഴുതി മനസ്സിലായല്ലോ? കാര്യം ഇതെല്ലാം എന്താണ് ഓർഡർ 2 ആണ്. ഓർഡർ 2 ഒരേ ഓർഡറിലെ മെട്രിക്സ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എയും ബിയും ഒരേ ഓർഡറിലാണെങ്കിൽ അതിന്റെ സമ്മും അതേ ഓർഡറിലായിരിക്കും. അപ്പോൾ ഇതിന്റെ ഓർഡർ എന്താണോ അത് ഓർഡറിലായിരിക്കും സീറോ മെട്രിക്സ്. ഇനി നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. പെട്ടെന്ന് നോക്കിക്കോളൂ സിംപ്ലിഫൈ ചെയ്യാം. കറസ്പോണ്ടിങ് എലമെന്റ്സുകളാണ് ആഡ് ചെയ്യുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ഇത് അപ്പോൾ നമുക്ക് എഴുതാം. നോക്കിക്കോളൂ 11 + 3a + b ആണ്. അടുത്ത 8ന് കറസ്പോണ്ടിങ് ഇത് അപ്പോൾ 8 + 2a ലാസ്റ്റ് 0 ആയിട്ട് എഴുതുന്നില്ല. അടുത്ത 4 + a + 0 എഴുതുന്നില്ല. അടുത്ത 3 + a ലാസ്റ്റ് ഉണ്ട് b ഈക്വൽ ടു 0 0 0 0. ഇനി വീണ്ടും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് അല്ല ഇതിന്റെ കഴിഞ്ഞ ചാപ്റ്റർ എന്താണ് മെട്രിക്സ്. ആ ചാപ്റ്റർ പഠിച്ചു രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ്. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആക്കാൻ നമുക്ക് ഇത് എഴുതാം 4 + a ഈക്വൽ ആണ് 0. അപ്പോൾ എഴുതാം 4 + a ഈക്വൽ ടു ഏതൊരു ഇക്വേഷൻ ചെയ്യാം എളുപ്പമുള്ള. അപ്പോൾ a -1 ആണ്. ഇനി ഇതോ എടുക്കുമ്പോൾ നമുക്ക് ഇത് ഇത് സമം 0 അല്ലെങ്കിൽ ഇത് എടുക്കുമ്പോൾ 0 നമുക്ക് ഇത് എടുക്കാം. അപ്പോൾ 3 + a + b = 0 ആണ്. a 0 ആണ്, e 0 ആണ്, ഇതിന് കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം a യുടെ വാല്യൂ നമ്മുടെ കൈവശമുണ്ട് 3 + -4 + b = 0. നോക്കൂ നിങ്ങൾ 3 + 4 സോറി 3 + -4 അപ്പോൾ ഇത് മൈനസ് 3 - 4 4 ന്ന് 3 വരയ്ക്കാൻ പാടില്ല. ഇനി 3 ന്ന് 4 ചെറുത് വലുത് വരയ്ക്കുമ്പോൾ നെഗറ്റീവ് വരും. അപ്പോൾ -1 + b which implies b = 1. Hence a = -4 and b = 1. ഇതും ചോദിച്ചുകൂടാനില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ ഒളിഞ്ഞു കിടക്കുന്ന പ്രോബ്ലംസ് ആണ്. അതുകൊണ്ടാണ് എടുത്ത് കഴിഞ്ഞ നമ്മൾ പഴയ ക്വസ്റ്റ്യൻ നോക്കണം. സ്ഥിര പാറ്റേണിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ ഇനി മാറ്റങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ പാറ്റേൺ നോക്കിക്കോണം. ആ പാറ്റേണിൽ നമ്മൾ 6 സ്കോറിനൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ അതിനെ കുറിച്ച് പിന്നീട് അവസാനം ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കാം. ഇനി അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അത് സൂപ്പറായിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. അതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കും. അടുത്ത ക്ലാസ് കൊണ്ട് നമ്മുടെ ചാപ്റ്റർ അവസാനിക്കും. അപ്പം വളരെ ലെങ്തി ആയിട്ടുള്ള 2 ചാപ്റ്ററുകൾ തീർന്നു. വെക്ടർ സിസ്റ്റംസ് തീർന്നു, റിലേഷൻസ് ഓഫ് ഫങ്ഷൻ 3 ചാപ്റ്ററുകൾ പടവാകുന്നു. ഇതെല്ലാം ചെയ്ത് പഠിച്ചു. ഓക്കെ, ശരി.